കൊച്ചിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസിൽദാർ പിടിയിലായ സംഭവത്തിൽ നിർണായക വിവരങ്ങൾ വിജിലൻസിന്. കൈക്കൂലി വാങ്ങാൻ ഉദ്യോഗസ്ഥരും ഏജന്റുമാരും അടങ്ങുന്ന വൻ റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി വിവരം. പലരുടെയും റവന്യൂ വിവരങ്ങൾ ഏജന്റുമാർക്ക് ഉദ്യോഗസ്ഥർ ചോർത്തി നൽകിയതായും കണ്ടെത്തൽ. ഇന്നലെ രാത്രി 10 ലക്ഷം കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് തഹസിൽദാരെയും ഏജന്റുമാരെയും വിജിലൻസ് കടവന്ത്രയിൽ വെച്ച് പിടികൂടിയത്. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഇതുമായി ബന്ധപ്പെട്ട് വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് വിജിലൻസിന് ലഭ്യമായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഇക്കാര്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി പ്രധാനമായും വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്നത്. അത് കേന്ദ്രീകരിച്ചാണ് പലരുടെയും റവന്യൂ വിവരങ്ങൾ ഏജന്റുമാർക്ക് ഉദ്യോഗസ്ഥർ ചോർത്തി നൽകിയതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അറസ്റ്റിലായ ഭൂരേഖ തഹസിൽദാർ ജോസഫ് ആന്റണിയുടെ സ്വത്തുക്കളെ സംബന്ധിച്ചും വിശദമായ ഒരു അന്വേഷണം തന്നെ വിജിലൻസ് നടത്തും. ഈ ജോസഫ് ആന്റണി മുമ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. എറണാകുളം വില്ലേജ് ഓഫീസർ ആയിരിക്കെയാണ് ഈ സംഭവം. വ്യാജ പട്ടയമുണ്ടാക്കി ഭൂമി തട്ടിയെടുത്തതിൽ കമ്മീഷൻ കൈപ്പറ്റിയെന്നായിരുന്നു അന്നുണ്ടായിരുന്ന കേസ്. പിന്നീടാണ് ഇന്നലെ രാത്രി 10 ലക്ഷം കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ തഹസിൽദാരും ഏജന്റുമാരും വിജിലൻസിനെ എറണാകുളം കടവന്ത്രയിൽ വെച്ച് പിടികൂടുന്നത്. അത് വലിയ ഒരു തരത്തിലുള്ള തട്ടിപ്പ് തന്നെയായിരുന്നു. 2018 മുതൽ പുരയിടമാണെന്ന് കണക്കാക്കി നികുതി അടച്ചിരുന്ന ഭൂമിക്ക് റവന്യൂ രേഖകളിൽ നിന്ന് അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുകയും പിന്നീട് വ്യാജ പരാതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിക്കൊണ്ട് അതിന്റെ ഉടമയിൽ നിന്ന് പണം കൈപ്പറ്റാൻ ശ്രമിച്ചതുമാണ് ഉണ്ടായത്. അത് സംബന്ധിച്ച് പണം വാങ്ങുന്നതിനിടയിലാണ് റവന്യൂ തഹസിൽദാർ ഇന്നലെ പിടിയിലാവുകയും ചെയ്തിട്ടുള്ളത്. കെ പി ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.